ഈ ഫൈനല് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കിരീടം നിലനിർത്തുന്ന ഒരു രാജ്യമായിട്ട് അർജന്റീന മാറുന്നുള്ളതാണ്. ആര് വിജയിക്കുമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. താങ്ക് യു. ധനേഷായ, 2026 വേൾഡ് കപ്പ് ഫൈനലാണ്. കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഫൈനൽ. ആര് കപ്പ് നേടും? ഇത് ചോദിക്കാനാണ് ഇപ്പം എന്നെ ഇവിടെ വിളിച്ചിരുത്തി ഇപ്പോൾ ചായ കുടിക്കാനുള്ളത്. ആര് നേടുമെന്ന് ചോദിച്ചാൽ ഇപ്പം എല്ലാവരും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനൊരു ആദ്യ റാഷിക്കൊക്കെ അറിയണ പോലെ കടുത്ത അർജന്റീനയുടെ ആരാധകനായതുകൊണ്ട് അർജന്റീന കപ്പ് നേടണം എന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ അത് ഒരാഗ്രഹം മാത്രമാണ്, കാരണം എളുപ്പമല്ലല്ലോ ഒരിക്കലും. അർജന്റീന അർഹത ഉള്ള ടീമാണ് ഫൈനലിൽ കളിക്കാൻ. നമുക്കതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. സ്പെയിന് മോശമില്ലാതെ കളിച്ചു തന്നെയാണ്, മോശമില്ലാതെ കളിച്ചു വന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിലുണ്ടാകുന്ന ഏറ്റവും അതിശയകരമായ ഈ വേൾഡ് കപ്പിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, എപ്പോഴും അർജന്റീന ഈ ലാസ്റ്റ് പ്രീ ക്വാർട്ടർ സെമിയിലേക്കൊക്കെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു അനിശ്ചിതത്വം എന്ന് പറയുന്ന അവസ്ഥയുണ്ടല്ലോ, ഏത് സമയത്ത് എന്തും സംഭവിക്കാം എന്നുള്ള ആ ഒരു അനിശ്ചിതത്വം ശരിക്കും ഈ വേൾഡ് കപ്പില് അർത്ഥവത്തായിട്ട് നടപ്പാക്കിയത് അർജന്റീനയാണ്. തീർച്ചയായും 80 മിനിറ്റിന് ശേഷവും ഒക്കെയാണ് അവരുടെ ഗോളുകൾ, അതും തിരിച്ചടിച്ചിട്ട്. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമ്മൾ അതിന് കാണേണ്ടത് ഇംഗ്ലണ്ടുമായിട്ട് കളിച്ച സെമി തന്നെ. അപ്പൊ ആദ്യത്തെ ഗോള് ഇംഗ്ലണ്ട് അടിച്ചതിന് ശേഷം പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ള ഓരോ നിമിഷവും നെഞ്ചിടിപ്പായിരുന്നു ഓരോരുത്തർക്കും, അല്ലേ? അവസാനം 80 മിനിറ്റ് വരെ ഗോളില്ല, ഉണ്ടോ? ഇല്ല. അതിന് ശേഷമാണ് 2 ഗോള് തിരിച്ചടിക്കുന്നത്. ഈ മെസ്സി എന്ന് പറയുന്ന അത്ഭുതം, അത് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ ഒരു ജീനിയസാണ്. ഈ നമ്മളെ പലരും പറഞ്ഞിട്ടുള്ളത് അയാൾ ചിന്തിക്കുന്നത് ശരീരം കൊണ്ടാണ് എന്ന് പറഞ്ഞ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. ശരീരം കൊണ്ട് ചിന്തിക്കുന്ന കളിക്കാരനാണ് മെസ്സി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സിയുടെ ചിറകിലാണ് അർജന്റീന, ഒരു സംശയമില്ല. ആ ടീം വർക്കിൽ മുഴുവൻ മെസ്സിയാണ്. ഒരു ഈ മെസ്സിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഗോൾ പോസ്റ്റിനടുത്ത് വെച്ച് അദ്ദേഹത്തിന് കാലിൽ പന്ത് കിട്ടിയാൽ നിമിഷ നേരം കൊണ്ട് ഒരു പക്ഷേ ഗോൾ പോസ്റ്റിലേക്ക് അടിച്ചാൽ ഗോളാകുന്ന ബോളായിരിക്കും. അത് അയാളുടെ സഹപ്രവർത്തകന്, സഹകളിക്കാരന് പാസ് ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ച മെസ്സിയുടെ കാലിൽ അല്ല. ഞാൻ പറയുമ്പോൾ ഞാനൊരു ഇതിഹാസ കളിക്കാരനാണെന്ന് അറിയാത്ത ലോകത്തിലെ ഒരാൾ ഒരു പക്ഷേ മെസ്സി തന്നെയായിരിക്കും. മെസ്സിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധമില്ല എന്നാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ. ഇപ്പോൾ അൽവാരസ് ഗോൾ നേടുമ്പോഴും മാർട്ടിനസ് ഗോൾ നേടുമ്പോഴും റൊമേറോ ഗോൾ നേടുമ്പോഴൊക്കെ അവരെക്കാളും കൂടുതൽ ആഘോഷിക്കുന്നത് മെസ്സിയാണ്. മെസ്സി ഗോൾ നേടുന്നതിനേക്കാൾ ആഘോഷമാണ്. അപ്പോൾ റാഷിദ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ അർജന്റീന ഈ ഒരു ടൂർണമെൻറ്റിൽ, ഈ ഒരു ഫൈനൽ വരെ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അവർ ആ ടീമിൻ്റെ ഒരുമയാണ്. ആ ടീമിൻ്റെ ഒരു ഒരുമ തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും മെയിൻ റീസണായിട്ട് നമ്മൾ പറയാൻ പറ്റും. പിന്നെ റാഷിദ് പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇവർ ഈ തിരിച്ചുവരവിൻ്റെ ഒരു കാര്യം. ഈ തിരിച്ചുവരവിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ അത് അർജന്റീനൻ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഈ ഒരു ടൂർണമെൻറ്റിലല്ലാതെ ഇതിനു മുമ്പ്, ഇപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ല പറയുന്ന, അതിന് മുമ്പ് ഉണ്ടായിരുന്ന നമ്മൾ അർജന്റീനൻ ആരാധകർ കണ്ടിട്ടുള്ള മത്സരങ്ങളിലൊക്കെ ഒരു ഗോൾ വഴങ്ങിയാൽ തളരുന്ന ഒരു അർജന്റീനയെ കണ്ട് ശീലിച്ചിട്ടുള്ളവരാണ്. ഇപ്പോൾ ഇംഗ്ലണ്ടും അർജന്റീനയും അവസാനം ഏറ്റുമുട്ടുന്നത് 2002 ലോകകപ്പിലാണ്, ഏഷ്യൻ ലോകകപ്പിലാണ് അവർ ആദ്യമായിട്ട് ഏറ്റുമുട്ടി. ഈ ലാസ്റ്റ് ഏറ്റവും അവസാനമായിട്ട് ഏറ്റുമുട്ടിയത്. ആ ലോകകപ്പിൽ തന്നെ ഇംഗ്ലണ്ടിനോട് ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അർജന്റീന പരാജയപ്പെട്ട് പുറത്തുപോയത്. അപ്പോൾ തിരിച്ചു വരുന്ന ഒരു അർജന്റീനയെ ഇതുവരെ അർജന്റീനൻ ആരാധകർക്ക് പോലും
കണ്ടത്ര ശീലമില്ലാത്തൊരു കാര്യമാണ്. അത് ഈ ഒരു ടൂർണമെന്റിൽ മാറി കാണാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഒരു ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പിൽ എങ്ങനെ ഉണ്ടായിരുന്ന മത്സരങ്ങൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് ഈ ലോകകപ്പിന് ശേഷവും നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുക അർജന്റീന കളിച്ചിട്ടുള്ള കളികളാണ്. അത് കേപ്പ് വെർദയോടായിട്ടുള്ള 3-2 മത്സരമായാലും ഈജിപ്തിനോടുള്ള മത്സരമായാലും സ്വിറ്റ്സർലാൻഡിനോടുള്ള ആ ഒരു എക്സ്ട്രാ ടൈമിലെ ഗോളാണെങ്കിലും ശരി, ഇപ്പോൾ നമ്മളിൽ ഏറ്റവും ലാസ്റ്റ് കണ്ട ഇംഗ്ലണ്ടിനോടുള്ള മത്സരമാണെങ്കിൽ ഇതെല്ലാം നല്ല ഫുട്ബോൾ മത്സരങ്ങളായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണ. ആ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ 2010 ഫൈനല് കളിച്ച് കപ്പ് നേടി ചരിത്രം രചിച്ച നാടാണ് സ്പെയിൻ. പക്ഷെ 2010 ഇവർ വരുന്നു, സ്പെയിന് കളിക്കുന്നു, സ്പെയിൻ ഗംഭീരമായിട്ട് കളിക്കുന്നു. ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പേരുകൾ നമുക്ക്, പിന്നെ പുയോൾ, അവരൊരു ടിക്കിട്ടാക്കാന്ന് പറഞ്ഞിട്ട് ഒരു പേര് തന്നെ പേര് വരുന്നത് നാട്ടിൽ. അതെ അതെ. ഈ അർജന്റീന ഇതുവരെ കളിച്ച കളികളിൽ അർജന്റീനയ്ക്ക് ഏറ്റവും വെല്ലുവിളിയാകും ഫൈനൽ എന്നുള്ളതിൽ ഒരു സംശയമില്ല. തീർച്ചയായും സ്പെയിന് അത്രത്തോളം ഗോളുകളാണ് അധികം സ്പെയിന് ഗോൾ വഴങ്ങിയിട്ടില്ല. ഇല്ല, ഒരു ഗോളാണ് വഴങ്ങിയത്. അർജന്റീന ഗോൾ വഴങ്ങിയിട്ടുണ്ട്. 7 ഗോൾ അവിടെ വ്യത്യാസം വരുന്നത് ഡിഫൻസിലാണ്. സ്പെയിൻ 1 ഗോളാണ് വഴങ്ങിയത്, അർജന്റീന 7 ഗോൾ വഴങ്ങി. അപ്പൊ അതിന്റെ വ്യത്യാസം എവിടെയാണ്? ഡിഫൻസിലാണ്. പിന്നെ സ്പെയിന് ഗോള് വഴങ്ങാൻ സ്പെയിനിന് എതിരെ കളിച്ച ടീമുകളിൽ ഒരു മെസ്സി ഇല്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു വലിയ തന്ത്രമുണ്ടാകും ഈ ഫൈനലില്, വലിയ രീതിയിൽ ഒരു തന്ത്രമുണ്ടാകും. കാരണം അവിടെ ഗെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ മെസ്സിയെ പൂട്ടുക എന്നുള്ളതായിരിക്കും. അവിടെയാണ് അവസാന നിമിഷങ്ങളിലേക്ക് ഈ സ്കലോണി പ്രയോഗിക്കുന്ന തന്ത്രം വരുന്നത്. ഒരു 10 മിനിറ്റോ ഉള്ള സമയത്താണ് അൽവാരസിനെയും മാർട്ടിനസിനെയൊക്കെ അവര് കോംബോ മാറ്റി ഇറക്കുന്നതോടുകൂടി കളി മാറി. ഒരു ഗോൾ മാത്രം വഴങ്ങിയ സ്പെയിൻ. അടിച്ച ഗോളുകളിൽ എണ്ണത്തിൽ അർജന്റീനയാണ് മുന്നിൽ. പക്ഷെ വഴങ്ങിയ ഗോളുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കളികൾ കളിച്ച അർജന്റീന കളിച്ചു വരുന്നത് ഫസ്റ്റില് അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ഈ ടീമുകളോടൊക്കെയാണ്. അപ്പൊ അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് വന്നിട്ട് കളിച്ചത് ആരോടാ? കേപ്പ് വെർഡെ, ഈജിപ്ത്. അനലൈസ് ചെയ്യുമ്പോൾ ഇതൊക്കെ സെമി ഫൈനലിൽ മാത്രമാണ്. അതിനിടയിൽ സ്വിറ്റ്സർലാൻഡും. പക്ഷെ സെമി ഫൈനലിൽ മാത്രമാണ് അത്ര ഗംഭീരമായ, അതായത് വേൾഡ് കപ്പ് ഫിഫയുടെ റാങ്കിങ്ങില് ആദ്യ 4 സ്ഥാനത്തിലുള്ള ഒരു ടീം വരുന്നത്. അപ്പൊ സെമി ഫൈനലിൽ 4 ആദ്യ സ്ഥാനങ്ങളിൽ തന്നെയായിരുന്നു. ആദ്യം അങ്ങനെ ഒരു പ്രത്യേകത ഇപ്രാവശ്യം. ഒന്നാമത് ഫ്രാൻസ്, രണ്ടാമത് അർജന്റീന, മൂന്നാമത് ഇംഗ്ലണ്ട്, നാലാമത് സ്പെയിൻ. അങ്ങനെയല്ല, മൂന്നാമത് സ്പെയിൻ, നാലാമത് ഇംഗ്ലണ്ട്. അപ്പൊ 4ാം സ്ഥാനത്തുള്ള ഇംഗ്ലണ്ടാണ് അർജന്റീനയ്ക്ക് 2ാം സ്ഥാനത്തുണ്ടായിരുന്ന അർജന്റീനയ്ക്ക് കിട്ടിയത്. അപ്പൊ സെമി ഫൈനലിൽ മാത്രമാണ് അത്ര കടുപ്പമുള്ള ഒരു ടീമിനെ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ സ്പെയിൻ ആദ്യം എതിരിട്ട ഒരു ടീം എന്ന് പറയുന്നത് കേപ്പ് വെർദെ ആയിരുന്നു. ഈ കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ഫുട്ബോൾ ലോകത്തിന്റെ നെറുകയിലാണ്. ഈ ലോകകപ്പിനെ ആര് നേടിയാലും എല്ലാവരുടെയും മനസ്സ് കീഴടക്കിയ ഒരു രാജ്യം. ഹേറ്റേഴ്സ് ഇല്ല, അവർക്ക് ഇല്ല. കേപ്പ് വെർദേക്ക് ഹേറ്റേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹേറ്റേഴ്സും ഇല്ല. അപ്പോൾ സ്പെയിനെ അവര് ഗോൾ രഹിത സമനിലയിലാണ് അവര് തളച്ചത്. അന്ന് ഒരു പക്ഷേ നമ്മളാരും കേപ്പ് വെർദേന്റെ മുന്നോട്ടുള്ള ഈ ഒരു പ്രയാണത്തെ നമ്മൾ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഫിഫ റാങ്കിങ്ങിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ ഈജിപ്ത് കടുത്ത മത്സരമാണ് അർജന്റീനയായിട്ട് കാഴ്ചവെച്ചത്. സ്വിറ്റ്സർലാൻഡിൻ്റെ അത് ഒരു മികച്ച മത്സരമായിരുന്നു. അവരെ മൻസാമ്പി എന്ന് പറയുന്ന അവർ ഈ വേൾഡ് കപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു തുരുപ്പ് ചീട്ട് പരിക്ക് കാരണം പുറത്തായതാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വിറ്റ്സർലാൻഡിന് അന്നത്തെ ഒരു കളിയിൽ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് വന്നത്. പിന്നെ ഒരു റെഡ് കാർഡ് അവർക്ക് വഴങ്ങേണ്ടി വന്നത്. ഇത് നമ്മൾ ഇപ്പോൾ ഫിഫയുടെ റാങ്കിങ്ങിനേക്കാളൊക്കെ ഉപരിയായിട്ട് മൈതാനത്ത് അന്നത്തെ ദിവസം ആ ഒരു 90 മിനിറ്റ് ഭയമില്ലാതെ ആര് കളിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ റാങ്കിങ്ങിൻ്റെ മാത്രം പ്രത്യേകതയിൽ ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫ്രാൻസും സ്പെയിനും ആ റാങ്കിങ്ങിലുള്ള ടീമുകളായിരുന്നു, നമ്മൾ പറഞ്ഞ ആദ്യ 4 റാങ്കിങ്ങിലുള്ള. പക്ഷേ അന്ന് ഫ്രാൻസ് കളിച്ചത് ആ റാങ്കിങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു മത്സരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കല്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ കണക്കുകൾ കൂട്ടുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട്, അർജന്റീന. ഈ ഇംഗ്ലണ്ടും അർജന്റീനയും കളിക്കുമ്പോൾ സത്യത്തിൽ ലോകോത്തര താരങ്ങളുള്ള തീർച്ചയായും
ഹാരി കെയ്നും അവിടെ വരുന്നു, ഇവിടെ മാർട്ടിനസ്, അൽവാരസ്, എല്ലാവരും വരുന്നു, എല്ലാത്തിലും ഉപരി മെസ്സിയും വരുന്നു. അപ്പൊ സ്പെയിനിലേക്ക് ഇപ്പൊ വരുമ്പോ ഈ ലമീൻ യമാൽ 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് ഈ വേൾഡ് കപ്പില്. അയാള് സത്യത്തിൽ ലമീൻ യമാല് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ സൗദി അറേബ്യക്കെതിരെ കളിച്ചപ്പോൾ ഒരു ഗോള് ഇട്ടു, ഫസ്റ്റ് ലോകകപ്പ് ഗോൾ ഇട്ടു, ഒരു പെനാൽറ്റി അടിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു അസിസ്റ്റോ മറ്റോ. പക്ഷേ സ്പെയിനിന്റെ മുഴുവൻ കളിയും നിയന്ത്രിച്ചത് ലമീൻ യമാലാണെന്നാണ് പറയുന്നത്. എല്ലാ കളികളുടെ ഗ്രൗണ്ടിൽ മുഴുവൻ നിയന്ത്രണം ഉണ്ടായത് ലമീൻ യമാലാണ്. അത് പറയുകയാണെങ്കിൽ കൂടി ആ ഒരു യുവതാരത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം ഈ ലോകകപ്പിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, അയാൾക്ക് ഏത് നിമിഷം വേണമെങ്കിലും ഒരു കളിയെ മാറ്റി മറയ്ക്കാനുള്ള കഴിവുള്ള വ്യക്തിയാണ്. അത് സ്പെയിൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തുമ്പോൾ ലമീൻ യമാലിന്റെ ആ തന്ത്രങ്ങള് വലിയ പിന്തുണ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലമീൻ യമാല് പ്രത്യേകിച്ച് ഫ്രാൻസുമായിട്ടുള്ള മത്സരത്തിൽ. അപ്പം ഇനി സംഭവിക്കുന്നത് പിന്നെ ഒരു തലമുറയുടെ ഒരു താരോദയവും ഒരു താരോദയത്തിന്റെ അസ്തമിക്കുകയാണ് അല്ലേ, ഒരു താരത്തിന്റെ സംഭവിക്കുന്ന ഒന്ന് ഇത് വരാൻ പോകുന്നത്. പിന്നെ മെസ്സിയെ വെറും താരം എന്നല്ല, നമുക്കൊരു ഇതിഹാസം പറയാൻ പറ്റുള്ളൂ. നമ്മളെപ്പോഴും വിചാരിച്ചു ഈജിപ്തുമായി കളിക്കുമ്പോൾ എളുപ്പമായിരിക്കും, കേപ്പ് വെർഡെ ആയിട്ട് കളിക്കുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ അവിടെയൊക്കെ ടീമിലേക്ക് ഗോള് വാങ്ങിയതിന് ശേഷം തിരിച്ചടിക്കുന്ന നിമിഷങ്ങൾ മുഴുവൻ ഈ ഇതിഹാസ താരത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഒരു സംശയമില്ല. അപ്പോൾ ഷുവറായിട്ടും ഈ ഫൈനല് തൂക്കാൻ സാധ്യതയുള്ള ടീം അർജന്റീന എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നത് സ്പെയിൻ കൈമൈ മറന്നുള്ള കളിയായിരിക്കും. അവിടെ ഇപ്പം ലമീൻ യമാലായാലും അവരുടെ സ്പെയിനിൻ്റെ ക്യാപ്റ്റനായാലും ഇവരൊക്കെ കൃത്യമായ എയിം വെച്ചിട്ടുള്ള കളി തന്നെയാണ്, ഒരു പ്ലാനിങ്ങോടുകൂടിയുള്ള കളിയാണ്. അവിടെ വ്യത്യാസമല്ല. ഈ വേൾഡ് കപ്പിൻ്റെ തുടക്കം മുതൽ ഏകദേശം പ്രീ ക്വാർട്ടറും കൊണ്ട് കഴിഞ്ഞത് മുതൽ പറയുന്നു ഫ്രാൻസ് അർജന്റീന ആവർത്തിക്കും, അവിടെ ഫ്രാൻസ് കപ്പ് കൊണ്ടു. കൂടുതൽ പേരും അതായിരുന്നു പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി കളഞ്ഞു. തീർച്ചയായും ഒന്നും സംഭവിക്കും. പിന്നെ ഇതിൽ വേറെ കുറെ സന്തോഷമുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ. ഒന്ന്, നമ്മൾ ഈ ഫൈനലിസിമ എന്ന് പറഞ്ഞ ഒരു ടൂർണമെന്റ് മുമ്പ് നടക്കേണ്ടതായിരുന്നു. നമ്മുടെ യുദ്ധം കാരണം അത് മാറിപ്പോയില്ല, കുറേ പേർക്ക് നിരാശ ഉണ്ടായിരുന്നു അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു പോരാട്ടം കാണുന്നതിനായിട്ട്. അപ്പൊ അത് ഇവിടെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ വന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏതർത്ഥത്തിൽ നോക്കുമ്പോഴും ഈ രണ്ട് ഭൂഖണ്ഡങ്ങളിലെയും, ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലായാലും അതുപോലെ തന്നെ യൂറോപ്പിലായാലും ഏറ്റവും മികച്ച രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഫൈനലിൽ എത്തിയിട്ടുള്ളത്. രണ്ട് കളി കാണാൻ പറ്റും. കാരണം ഒരേ ടൈപ്പ് കളിയല്ല, രണ്ട് ടൈപ്പ് കളികൾ വിധത്തിലുള്ള കളികൾ കാണാൻ പറ്റും. പിന്നെ രണ്ട് ടീമുകളും ഒരു കാര്യം കൂടി റഷിക, പരമാവധി പന്ത് തങ്ങളുടെ കൺട്രോളിൽ വെച്ചിട്ട് മാത്രം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ടീമുകളാണ് രണ്ട് ടീമുകൾ. ബോൾ പൊസിഷനിൽ രണ്ട് ടീമുകളും ഇത്രയും കളികൾ നമ്മൾ നോക്കുമ്പോൾ അവർ തന്നെയാണ് ബോൾ പൊസിഷനിൽ മുന്നിലുണ്ടാവുക. കാരണം എതിർ ടീമിന് പന്ത് കിട്ടിയാൽ മാത്രമേ ഗോൾ അടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പന്ത് അവർക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. ലക്ഷ്യം. അതെ. അപ്പോ നമ്മള് ഇനിയിപ്പം സമയമില്ല കളി കാണാൻ, ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ 2016 മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇപ്പൊ ഞാനത് ഓർത്തേ ഉള്ളൂ. കാരണം ആ ഒരു സംഭവം നമ്മൾ അർജന്റീനിയൻ ആരാധകർക്കൊക്കെ വലിയ സങ്കടം ഉണ്ടായ ഒരു കാര്യം. അപ്പൊ പുള്ളി ആ പരിപാടി നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചകൾ മിസ്സാവുമായിരുന്നു, എന്തൊക്കെ കാഴ്ചകൾ നമുക്ക്. ആവേശം മുഴുവൻ ഇപ്പം ഈ വേൾഡ് കപ്പിന്റെ മാത്രമല്ല, 2022 ലോകകപ്പിൽ ഇപ്പൊ 36 മത്സരങ്ങൾ അന്ന് തുടർച്ചയായിട്ട് ജയിച്ചിട്ടാണ് അർജന്റീന വേൾഡ് കപ്പിന് വരുന്നത് സ്കൊളോണിക്ക് കീഴിൽ. പക്ഷെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് പരാജയപ്പെട്ടു. അതോടുകൂടി വേർ ഈസ് മെസ്സി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടായി. കിരീടം നേടിയിട്ടാണ് പുള്ളി അതിനുള്ള ഒരു മറുപടി കൊടുത്തത്. ഈ ലോകകപ്പിലും ആ ഒരു ലോകകപ്പ് നേടിയതിന്റെ ആലസ്യത്തിൽ വരുന്ന ഒരു മെസ്സിനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. മാത്രമല്ല അന്ന് കളിച്ച ടീമിലെ പരമാവധി അംഗങ്ങൾ ഇന്നും അർജന്റീനൻ ടീമിലുണ്ട്. അതിലൊരു അതെ, മെസ്സിയുടെ മാത്രമല്ല ബാക്കി കളിക്കാർക്കും ഒരു 4 വയസ്സ് കൂടിയിട്ടുള്ള, കുറച്ച് പ്രായം കൂടുതലുള്ള ഒരു അർജന്റീനയാണ് ഇത്തവണ വരുന്നത്.
ഇത്തവണ വരുന്നത്. അപ്പോൾ ആദ്യ മത്സരത്തിൽ അവർ ഏകപക്ഷീയമായിട്ട് അൾജീരിയനോട് മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ചെങ്കിൽ കൂടി രണ്ടാം കളിയിൽ ഓസ്ട്രിയയോട് തന്നെയുള്ള ആ ഒരു മത്സരത്തിൽ തന്നെ പല ന്യൂനതകളും അർജന്റീനിയൻ ടീമിന്റെ പല ന്യൂനതകളും ആ മത്സരത്തിൽ പുറത്തു വന്നു. കേപ്പ് വെർദെക്കെതിരെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു, ഈജിപ്തിനെതിരെ അങ്ങനെ തന്നെ, സ്വിറ്റ്സർലാൻഡിനെതിരെ അങ്ങനെ. പക്ഷെ ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിൽ എതിരാളികളായിട്ടുള്ള ഇപ്പോൾ ഈ വേൾഡ് കപ്പിൽ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ടീം കൂടിയാണ് അർജന്റീന. കാരണം പല രീതിയിൽ ഫിഫ ബോയ് പല രീതിയിൽ മന്ത്രവാദി, അതിനിടയിൽ എവിടെന്നോ വന്ന ഒരു മന്ത്രവാദി, അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടാണ്. അപ്പൊ നമ്മൾ മുമ്പ് പല ഇതിലും വായിച്ചിട്ടുണ്ട്, നമുക്ക് എത്രത്തോളം എതിർപ്പുകൾ ഉണ്ടാവുന്നോ അത്രത്തോളം കരുത്ത് നമുക്ക് വർദ്ധിക്കുന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതാണ് അർജന്റീനയ്ക്ക് സംഭവിച്ചിട്ടുള്ളതെന്നാണ്. പിന്നെ നമ്മൾ ഈ ആരാധകരുടെ കാര്യം ഇതിൽ പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ റാഷി. കാരണം ഇപ്പോൾ ഞാനൊരു അർജന്റീന ആരാധകനായതുകൊണ്ട് തന്നെ മുമ്പ് കൂടുതലും കണ്ടത് അർജന്റീനയുടെ പരാജയങ്ങളാണ്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ ഒരു വിജയം, തുടർ വിജയങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഈ ആരാധകരാണ് ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കുന്നത്. നമ്മൾ പല സ്ഥലത്ത് പോയിട്ട് നമ്മളിത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ മറ്റ് ഫാൻസിനെ പോലെയല്ല, നമ്മൾ തന്നെ ഫ്രീ കിക്കുമായിട്ട് പല ഭാഗങ്ങളിൽ നമ്മൾ പോയി. അങ്ങനെ ഒരു സന്തോഷം കൂടി ഈ വേൾഡ് കപ്പ് വയനാട് മുഴുവൻ വയനാട് വിഷൻ ഫ്രീ കിക്ക് എത്തി എന്നുള്ളതാണ്, നമുക്ക് പോകാൻ പറ്റി. അപ്പോൾ അതിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ പലരും പറഞ്ഞു ഏതാണ് ടീം ഫ്രാൻസ്. ഞാൻ ഫ്രാൻസ് ആയത് ബ്രസീൽ ഫ്രാൻസിനോട് തോറ്റതിന് ശേഷം ഫ്രാൻസ് ആയതാണ്, ജർമ്മനിയോട്. അപ്പോൾ അർജന്റീനക്കാർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട്, അവർ വേറൊരു ടീമിലേക്ക് പോവില്ല. അതൊരു വികാരമായിട്ടുള്ള, ഇപ്പൊ ഞാൻ എന്നെ മാത്രം ഉദ്ദേശിച്ചല്ല പറയണത്, അങ്ങനെ കുറെ പേരുണ്ട് വികാരം. അതുകൊണ്ടാണ് ഇപ്പം വേൾഡ് കപ്പ് എനിക്ക് തോന്നുന്നത് ഫൈനൽ ഇത്രത്തോളം പ്രാധാന്യത്തിലേക്ക് വരുന്നു. എംബാപ്പെ, എർലിൻ ഹാളണ്ട്, പിന്നെ ബെല്ലിംഗാം, ഹാരി കെയ്ൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. പക്ഷെ മെസ്സി അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത് ഇദ്ദേഹം ഗ്രൗണ്ടിൽ കണ്ടെത്തുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസ് സ്പെയിനിൽ അദ്ദേഹം കണ്ടെത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അയാൾക്ക് അയാളുടെ ചിന്തകളും അയാളുടെ ലുക്കും വേറെ ലെവലിലേക്ക്. അത് ഏത് സമയത്തും പുള്ളി ആർക്കും എപ്പോഴും എവിടെ ഒന്നും സഹപ്രവർത്തകർക്ക് കളിക്കൂട്ടുകാർക്ക് പന്ത് പാസ് ചെയ്യാം, അത് ഗോളായി മാറുകയും ചെയ്യും. പക്ഷേ സ്പെയിൻ കാളക്കുറ്റന്മാരുടെ നാടാണ്. 2010 ശേഷം അവർ പ്രതീക്ഷയോടുകൂടി ഈ വർഷം കാത്തിരിക്കുന്നതാണ്. അപ്പൊ അവര് വളരെ ഗംഭീരമായിട്ടുള്ള കളി കട്ടടിക്കുമെന്നുള്ള അപ്പോ വേറൊരു കാര്യം കൂടി ഉണ്ട്. അതായത് സ്പെയിനിന്റെ ഇപ്പോഴത്തെ പരിശീലകന്റെ കീഴില് കോച്ചിങ് പൂർത്തിയാക്കിയ ആളാണ് അർജന്റീനയുടെ കോച്ച് സ്കൊളോണി. അങ്ങനെ അപ്പൊ രണ്ട് ആശാന്മാരുടെ പോരാട്ടമാണ്, രണ്ട് ഭൂഖണ്ഡങ്ങളുടെ പോരാട്ടമാണ്. ഒരു ഇപ്പോഴത്തെ ഏറ്റവും വലിയ താരവും ഇനി വരാൻ പോകുന്ന ഒരു പുതിയ താരവും തമ്മിലുള്ള പോരാട്ടമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുവരെ അർജന്റീനയെ എതിർത്ത കുറെ ഫാൻസ് ഒക്കെ, അവരെ ബ്രാച്ചുകൾ എന്നൊക്കെ പല പേരിലാണ് ഇപ്പൊ അവരെ അറിയപ്പെടുന്നത്. അവരും അർജന്റീനിയൻ ഫാൻസും തമ്മിലുള്ള പോരാട്ടമാണ്. ഇതിപ്പോ വേറൊന്ന്, ബാഴ്സലോണ തെരുവുകളിൽ നിന്നും ബാഴ്സലോണയുടെ തെരുവിൽ ഒന്നുമില്ലാതെ പന്ത് കെട്ടി കളിച്ച, പന്ത് എന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതൊക്കെ തട്ടിക്കളിച്ച് വന്നാണ് ലമീൻ യമാൽ. വലിയ ചരിത്രം. പിന്നെ ആ കുളിപ്പിക്കുന്ന ഫോട്ടോ ഇപ്പൊ വൈറലാണത്. മെസ്സി ഉണ്ടാകും. അപ്പം ഈ താൻ കൊടുത്ത ഊർജം വന്ന് ദൈവം സ്പർശിച്ച പോലെയാണ് പലരും ലമീൻ യമാലിനെ പറയുന്നത് അങ്ങനെ. അപ്പൊ ഈ ലമീൻ യമാൽ എന്നുള്ള പേരിന് പിന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ കടപ്പാട് കൊണ്ട് അദ്ദേഹത്തിന് ഇട്ടതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ സഹായം നൽകിയിരുന്ന ഒരു രണ്ടാളുകൾ, അവരുടെ പേരാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് ചരിത്രമുള്ള, അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ചരിത്രത്തിലേക്ക് കഷ്ടപ്പാടും ദുരിതങ്ങൾക്കും അവസാനം കടന്നു വന്ന ലമീൻ യമാൽ ഒരു ഭാഗത്തും, ഫുട്ബോളിനെ നെഞ്ചിൽ ചേർത്ത് കിടന്നുറങ്ങുന്ന മെസ്സി എന്ന് പറയുന്ന ഇതിഹാസ താരം മറ്റൊരു ഭാഗത്തും. അപ്പൊ തീർച്ചയായും ഫൈനലിൽ ലമീൻ യമാലിനും മെസ്സിക്കും അനുഭവപ്പെട്ടു. അപ്പൊ നമ്മള് ഈ ചായ കുടിച്ചല്ലോ. അപ്പൊ റാഷിദ് ഖാന്റെ ഒരു അഭിപ്രായ പ്രകാരം നമ്മളിപ്പോ പ്രവചന മത്സരമൊക്കെ നടത്തിയല്ലോ. അത് നമ്മുടെ കേരള അക്കാദമി പൈസ കൊടുക്കുന്നുണ്ട് 10,000 രൂപ. അപ്പൊ ഏത് ടീം വിജയിക്കുന്ന അവർ പറയും. രണ്ടാമത് നമുക്ക് സമ്മാനങ്ങൾ നൽകിയവരെ ഒരുപാട് ആളുകളുണ്ട് അല്ലെ, അവരൊക്കെ ഒരുപാട് സമ്മാനം നൽകി. നമ്മുടെ രുചിപ്പുര സീ ഫുഡ് ഹബ് സുൽത്താൻ ബത്തേരി, അതുപോലെ ബ്യൂട്ടി സ്പോർട്സ് സുൽത്താൻ ബത്തേരി, മാണിക്കൻ ഡിസൈനർ ജ്വല്ലറി, ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ്, ഇവരൊക്കെ കുറെ സമ്മാനങ്ങളൊക്കെ നൽകി. ഏതായാലും 10,000 രൂപ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരൊക്കെ പ്രവചിച്ചൊന്നും നോക്കാം. റാഷിദ് ഖാന്റെ ഒരു പ്രവചന കുറഞ്ഞ സമയം മാത്രമേ ഈ ഫൈനല് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുമെന്നാണ് എൻ്റെ ഒരു
കാഴ്ചപ്പാട്. പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങും. അവിടെയാണ് വിധി നിർണ്ണയിക്കുക. ആര് വിജയിക്കുമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ഈ കളി എക്സ്ട്രാ ടൈമും കടന്ന് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. കാരണം രണ്ടുപേരും ഗോൾ വഴങ്ങാതിരിക്കാനാണ് ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കുക എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശ്രമം ഉണ്ടാകുക. സ്പെയിന് നേരത്തെ പറഞ്ഞതുപോലെ, അർജന്റീന ഈ പറഞ്ഞ പോലെ. അപ്പൊ പെനാൽറ്റി ഷൂട്ടൗട്ട് ആണോ എന്താണ് കൊടുകൈ? ഞാനിനി പറയാം. ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുന്ന കാര്യം, ഈ മത്സരം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഇതൊരു പെനാൽറ്റി ഔട്ടിൽ അവസാനിക്കാനാണ് സാധ്യത. പെനാൽറ്റിയിലേക്ക് വരും. പക്ഷെ പെനാൽറ്റി ഷൂട്ടൗട്ട് കഴിഞ്ഞിട്ട് അർജന്റീന തന്നെ കിരീടം ഉയർത്തും. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം കിരീടം നിലനിർത്തുന്ന ഒരു രാജ്യമായിട്ട് അർജന്റീന മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു, ഞാനൊരു അർജന്റീനൻ ആരാധകനായതുകൊണ്ട് കൂടിയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് എൻ്റെ കാഴ്ചപ്പാടും, അതാണ് എൻ്റെ പ്രതീക്ഷ. നോക്കാം നമുക്ക് നമ്മുടെ ഫുട്ബോളിന്റെ മിശിഹയെ കപ്പോട് കൂടി യാത്രയാക്കാൻ പറ്റുമോ? ഗോൾഡൻ ബൂട്ടും വാങ്ങി കപ്പും വാങ്ങി രണ്ടാമത് കപ്പ് നേടി എല്ലാം കൂടി ഒരു ബാഗിലാക്കിയിട്ട് രാജ്യത്തിന് 4ാമത് കപ്പ് നേടിക്കൊടുക്കാൻ അർജന്റീനയ്ക്ക് സാധിക്കോ ഇല്ലയോ നോക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.